നിങ്ങൾ രണ്ടുപേർക്കും സവിശേഷമായൊരു സാഹചര്യമുണ്ട്. രണ്ടുപേരും ടെലിവിഷൻ്റെ സ്റ്റുഡിയോ എന്താ പറയുക സമുച്ചയങ്ങളിലാണ് യഥാർത്ഥത്തിൽ പിച്ച് വെച്ച് കയറിയത്. ജോബ് മണിക്ക് വന്നു ആദ്യം ശ്രദ്ധേയനായത് സൂപ്പർ സ്റ്റാറിലാണ്. കൈരളിയുടെ ഗന്ധർവ സംഗീതത്തിൽ വിന്നറായിരുന്നു. സ്റ്റാർ സിംഗറിൽ ഫസ്റ്റ് റണ്ണപ്പറായിരുന്നു അല്ലേ? അങ്ങനെ മൃദുലനെ ഞാൻ 2 സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളിലെ ഗായകരെ സ്ഫുടം ചെയ്തെടുത്തത് ടെലിവിഷൻ ചാനലുകളാണ്. പണ്ടൊക്കെ ആൾക്കാർ പറയായിരുന്നു ടെലിവിഷൻ പാട്ടിനെ മോശപ്പെടുത്തുക ചെയ്യുന്നു. പക്ഷേ നിങ്ങളെപ്പോലെ എത്രയോ നല്ല ഗായകരെ മലയാള ഗാനശാലയ്ക്ക് ടെലിവിഷൻ സംഭാവന ഇരിക്കുന്നു. ജോബതാരത്തിൽ സംഗീതത്തിലേക്ക് വരാൻ ആലോചിച്ച ആളൊന്നും അല്ലല്ലേ? അല്ല, മ്യൂസിക് തന്നെയായിരുന്നു സാർ താല്പര്യം. പക്ഷേ ഒരു അടിസ്ഥാനപരമായ ഒരു ക്വാളിഫിക്കേഷൻ എന്നുള്ളൊരു ഇത് ഫാദറും പാരൻസൊക്കെ ഒരു ഇവൻ ഐ ഫെൽറ്റ് എനിക്കും തോന്നി അങ്ങനെ ഒരു നമ്മുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ഫുൾ ഓൺ ശ്രമിക്കാം. നേരത്തെ പാടുന്നുണ്ടായിരുന്നു കോളേജിലും സ്കൂളിലൊക്കെ ആയിട്ട്. പക്ഷേ പ്രൊഫഷണലായിട്ട് ചെയ്യുമെന്നും വിചാരിച്ചിരുന്നില്ല സാർ ഓണസ്റ്റ്ലി. പിന്നെ അച്ഛനാണൊരു സ്വാധീനം. അതെ അതെ വരട്ടെ. ഞാൻ ജോബിൻ്റെ ഫാദറാണ് കുര്യൻ. ഇത് ജോബിൻ്റെ അമ്മ, ഇത് ജോബിൻ്റെ മോന്. എനിക്ക് ജോബിനോട് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഈ സിനിമ പാട്ടുകളുടെ കൂടെ തന്നെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കും ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടമാണല്ലോ. ഇപ്പോൾ അവസാനം എന്താവോ എന്നുള്ള ആ ഒരു പാട്ടുമെല്ലാം ആ ഇൻഡിപെൻഡൻറ്റ് ഇതിൽ പെടുന്നതാണ്. അപ്പോൾ ആ ഒരു ഇതിന് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് ഭാവിയിൽ എന്ത് സാധ്യതകളാണ് ഉള്ളത്? അച്ഛനാണ് വലിയ ഗഹനമായൊരു ചോദ്യം ചോദിച്ചേക്കുന്നത് അല്ലേ? സാർ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സിനിമയിലിപ്പം ഒന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സാർ ഓണസ്റ്റ്ലി. നമുക്കിപ്പോൾ അവസരങ്ങൾ വരാതിരിക്കാം. നമ്മളങ്ങനെ കണ്ടീഷണലായിട്ട് ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം സാർ. പോകുന്നിടത്തോ ഇഷ്ടത്തോടു കൂടി ചെയ്യുകയാണ്. കമ്പോസ് ചെയ്യാൻ ഇഷ്ടമാണ്. ഇൻഡിപെൻഡൻറ്റ് പാരലൽ പോകട്ടെ. അല്ല, അത് മാക്സിമം എൻ്റെ ഹാർട്ട് ആൻഡ് സോൾ ഞാൻ കൊടുത്തിട്ട് ശ്രമിക്കാറുണ്ട്. എൻ്റെ സ്വന്തം പാട്ടുകളായാലും പാടാൻ വിളിച്ചാലും. അപ്പം സിനിമയിൽ പാടുന്ന ഒരു ചലഞ്ചാണ്. അപ്പോൾ മുന്നിലിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാനൊക്കെ കുറച്ച് പാടാണ്. ബട്ട് അപ്പോൾ അതാണ് സത്യം സാർ. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ആയിട്ട് വരുന്നുണ്ട്. ബിക്കോസ് ഓഫ് യൂട്യൂബ്, സോഷ്യൽ മീഡിയ, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് ആർട്ടിസ്റ്റ് ക്യാൻ എക്സ്പ്രസ് ദംസെൽഫ്. ആരുടെ സഹായം വേണ്ട, ശുപാർശ വേണ്ട, കുതികാൽ വെട്ടില്ല, പാര വെപ്പില്ല, ഇതൊക്കെയല്ലേ ജോബ് ഉദ്ദേശിച്ച്? അല്ല, ഇപ്പം നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്ട് കീപ്പ് ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ. നമുക്ക് ആരുടെ മുമ്പിൽ പോലും യാചിക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരോടും നല്ല ഇതിൽ തന്നെയാണ്. പക്ഷെ ആരെ ഇത് പറഞ്ഞ് ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ പറ്റും. ഈ ആലപ്പുഴക്കാരനല്ലേ? അതെ, കുട്ടനാടുകാരൻ. അപ്പോൾ ആ കായലിൻ്റെ ഒരു സംഗീതം ജോബിനെ ഇങ്ങനെ വിടാതെ പിന്തുടരുന്നുണ്ട്. അതെ, ഫോക്ക് ഇൻഫ്ലുവൻസ്ഡ് ആണ് കുറച്ച്.